നമസ്കാരം. ഇന്ന് പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുന്നത്. ഈ തൊടുകുറിയിലൂടെ പരമശിവനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. പരമശിവൻ നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകാൻ പോകുന്ന ചില ദുഃഖങ്ങളും ദുരിതങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. കാരണം തൊടുകുറി സത്യമുള്ള ശാസ്ത്രമാകുന്നു. ഇന്നേ ദിവസം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ തിരുവാതിര പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ഓം നമഃശിവായ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ 3 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഭഗവാന്റെയും പാർവതി ദേവിയുടെയും ചിത്രമാകുന്നു. പാർവതി പരമേശ്വരന്മാരുടെ ചിത്രം. രണ്ടാമത്തെ ചിത്രം ഭഗവാനോടൊപ്പം നിൽക്കുന്ന ഗണപതി സ്വാമിയുടെ ചിത്രമാകുന്നു. മൂന്നാമത്തെ ചിത്രം പരമശിവനൊപ്പം നിൽക്കുന്ന മുരുകസ്വാമിയുടെ ചിത്രമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം കണ്ണുകൾ അടച്ച് പരമശിവനോട് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഈ ഒരു കാര്യം പ്രാർത്ഥിക്കുക. ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുന്നായി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ പാർവതി പരമേശ്വരന്മാരുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഇനി കഷ്ടപ്പാടുകൾ അനുഭവിക്കാനില്ല എന്ന് തന്നെ പറയാം. അത്രമേൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു. കഷ്ടപ്പെട്ടതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടില്ല എന്നതും വാസ്തവമാകുന്നു. കൂടാതെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ കുടുംബപരമായും അല്ലാതെയും ചില പ്രശ്നങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുമുണ്ട്. അഥവാ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പോലും ആകാം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. എപ്രകാരമാണ് ഒഴിയുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇതിനുള്ള വഴി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ വീക്ഷിച്ച് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. അങ്ങനെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒഴിയും. തീർച്ചയായും നിങ്ങൾ ഏത് കഷ്ടപ്പാടാണ് എങ്കിലും ധൈര്യത്തോടെയും അതേപോലെ തന്നെ പുഞ്ചിരിയോടെയും പലപ്പോഴും നേരിട്ടിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. നിങ്ങൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഇനി ഭാവിയിൽ ചിന്തിക്കുമ്പോൾ അത്ഭുതമായി തോന്നും. നിങ്ങൾക്ക് അത്ഭുതമായി തന്നെ തോന്നും. തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ, അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭഗവാൻ സൗഭാഗ്യമായി തന്നെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏത് കാര്യത്തിലും മുന്നിലെത്തുവാൻ സാധിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ സമാധാനം പുലരുന്ന അവസരങ്ങൾ വന്നു ചേരും. അസാധാരണമായ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോവുകയും ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. മുൻകൂട്ടി ചിന്തിച്ച പ്രകാരം പല കാര്യങ്ങളും ചെയ്യുവാൻ ഭഗവാൻ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എങ്കിൽ, തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരണം എങ്കിൽ ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ഭഗവാന്റെ ക്ഷേത്രത്തിൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തേണ്ടതും അനിവാര്യമാകുന്നു. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ഭഗവാൻ തരുന്ന അവസരങ്ങൾ വിനിയോഗിച്ച് മുൻപോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ഗണപതി സ്വാമിയോടൊപ്പമുള്ള പരമശിവന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു.
പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കും, അത് നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് അത് ജീവിതത്തിൽ നടക്കാത്ത അവസ്ഥ, അത്തരം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടുമല്ല, മറ്റ് പലരുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. എത്ര ശ്രമിച്ചാലും കുടുംബത്തിൽ സമാധാനം കൈവരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പലപ്പോഴും ഐക്യമില്ലാത്ത അവസ്ഥ, തർക്കങ്ങൾ വന്നു ചേരുക, കൂടാതെ സമ്പത്തും സമാധാനവും ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നില്ല. ത്യാഗങ്ങൾ പലർക്കു വേണ്ടിയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് അതിനുള്ള സ്മരണ ഇല്ല എന്നതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. പലതും ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. പലരുമായി യോജിച്ച് പോയിട്ടുണ്ട് എങ്കിലും പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു. പ്രശംസകളോ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അർഹിക്കുന്ന അത്തരം കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുമില്ല. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് സമാധാനം ലഭിക്കാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ പോകുന്നത്. ഇനി സമ്പത്തും സമാധാനവും വീടുകളിലേക്ക് വന്നു ചേരും. അതിനുള്ള അവസരങ്ങൾ വഴി ഭഗവാൻ നിങ്ങൾക്കായി കാണിച്ചു തരും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്ത് കാര്യവും ഇനി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടൂ. ഭഗവാൻ അതിന് നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റും. അതിനാൽ തന്നെ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക എന്ന കാര്യമാകുന്നു. നിത്യവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. തീർച്ചയായും ഇപ്രകാരം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ നൽകുന്ന ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റുള്ളവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന അവസ്ഥ വരും. മറ്റുള്ളവരെ പോലും അസൂയപ്പെടുത്തും വിധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ സൗഭാഗ്യങ്ങൾ നൽകും. കഷ്ടപ്പെട്ടതിന് പൂർണ്ണ ഫലങ്ങൾ ലഭിക്കും. ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ മനസ്സിൽ നിന്നും അകലുകയും ചെയ്യും. അതിനാൽ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക. മൂന്നാമത്തെ ചിത്രമായ മുരുകസ്വാമിയോടൊപ്പമുള്ള ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കടന്നു വരുന്നത്. അതിനാൽ തന്നെ മനസ്സമാധാനം ലഭിക്കുന്നില്ല എന്നത് വാസ്തവമാകുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ പരിഹാരം സ്വാഭാവികമായും ലഭിക്കുന്നതാകുന്നു. എന്നാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുമൂലം മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതാകുന്നു. അത് ധനപരമാകാം, അതല്ല എങ്കിൽ മാനസികമായ ചില പ്രശ്നങ്ങളാകാം. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങളാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോവുന്നു എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ ഫലങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ധനപരമായും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അടുത്ത് അറിയുന്ന വ്യക്തികൾ തന്നെയാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ആത്മവിശ്വാസം, ധൈര്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളതാകുന്നു. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന അവസരമാണ് ഇത്. ഈശ്വരാധീനം തെളിയുന്നു എന്ന് തന്നെ പറയാം. നിത്യവും പ്രാർത്ഥനയും ആരാധനയും നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകും. തീർച്ചയായും ധൈര്യവും ശക്തിയും ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും. വലിയ തെറ്റുകളിൽ നിന്നും നിങ്ങളെ പരമശിവൻ കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യും. ആ തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ പരമശിവൻ നിങ്ങളെ അനുഗ്രഹിച്ച് കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാകും എന്ന ചിന്ത ഭഗവാൻ തന്നെ നിങ്ങളിൽ നിറയ്ക്കും. അതിനാൽ ഭഗവാൻ നൽകുന്ന ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കൃത്യസമയത്ത് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉള്ളവരായതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച വേഗത്തിലായിരിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു എന്നുകൂടി മനസ്സിലാക്കുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാൻ നൽകുന്ന ഈ സൗഭാഗ്യങ്ങളാൽ നിങ്ങളുടെ ജീവിതം ഉയരുക തന്നെ ചെയ്യും.